പുഷ്പക വിമാനത്തിലാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. പുഷ്പക വിമാനം തടഞ്ഞു നിർത്തി ആകാശത്തിൽ വെച്ച്. അപ്പോൾ രാവണൻ വാളുകൊണ്ട് ജടായുവിന്റെ ചിറക് അരിഞ്ഞിട്ടു. അത് ജടായുപ്പാറ എന്ന സ്ഥലത്താണ് ഈ ചിറകരിഞ്ഞ് വീണ്. ആ സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ചടയമംഗലം എന്ന് പേര് വന്നത് ജടായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ജടായു മംഗലമാണ് ചടയമംഗലമായി പരിണമിച്ചത്. ഓക്കെ, താങ്ക് യു. ആ കൈയുടെ എല്ലാവരും നല്ലൊരു കൈ കൊടുക്കുക. ഇനി ഈ വളവ് തിരിഞ്ഞാൽ കൂടുതൽ നല്ലതുപോലെ ജടായുപ്പാറ കാണാൻ പറ്റും, വളരെ അടുത്ത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കാം. അവിടെ റോപ്പ് കാർ ഉണ്ട്. പോയാൽ ഒരാൾക്ക് 500 രൂപയുള്ളൂ. കയറി മോളിൽ റോപ്പ് കാറിൽ പോകാൻ പറ്റും. കൂടുതൽ കുറച്ചുകൂടെ നല്ലതുപോലെ കാണാൻ പറ്റും. കണ്ടോ, റോപ്പ് വേ ഒക്കെ അപ്പുറത്തൂടെയാണ്, അപ്പുറത്തെ സൈഡിലാണ്. ഞാനൊക്കെ ചെറിയ സമയം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിലൊക്കെ നടന്ന് മുകളിൽ കയറി പോയിരുന്നു, നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട്. സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചലാണ് ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ജടായുപ്പാറയിലേക്ക് പോകുന്ന വഴി കാണാൻ നമുക്ക് കുറച്ച് അപ്പുറത്തോഴത്തെ കാണാം. ആ വഴി വലത്തേക്കുള്ള മുകളിലേക്കുള്ള വഴി. ഇനി കാണത്തില്ല കഴിഞ്ഞു. ഇതാണ് ജടായു എർത്ത് സെന്റർ. ഈ വഴിയാണ് ജടായു പാറയിലേക്ക് പോകുന്ന വഴി. അവിടെ മൈക്കൂടെ പറ. വിനീത് ഏട്ടന്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ആക്കണേ. ഇവിടുത്തെ ഒരു ബ്ലൂടൂത്ത് ഓൺ ആക്കാനാണ്. രാഹുൽ ഗാന്ധി വരെ കണ്ടു.